പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നാവിക വ്യോമ സേനകളടക്കം സജ്ജമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അജിത് ഡോവൽ ചൊവ്വാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട സ്ഥിതിഗതികൾ വിവരിക്കുന്നത്. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനുമായും സേനാ മേധാവികളുമായും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ തുടർച്ചയായി പ്രധാനമന്ത്രി പ്രതിരോധ സെക്രട്ടറിയെയും കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കണ്ടത്. സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ നടക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 7-ാം തീയതി മോക്ക് ഡ്രിൽ നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളോടാണ് പ്രധാനമായിട്ടും മോക്ക് ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുത്ത 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം കനക്കവേ പ്രതിരോധ മുന്നൊരുക്കം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. 1971-ലെ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ. ഇതിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റ് മസാദോ ഖാണ്ഡെ കണ്ട് പാകിസ്ഥാനുള്ള സഹായധനം കുറയ്ക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ വളർത്തുകയാണ് എന്നാണ് ഇന്ത്യയുടെ ആക്ഷേപം. ഇറ്റാലിയൻ ധനകാര്യമന്ത്രി ജിയാൻ കാർലോ ജിയോഗറ്റിയെയും കണ്ട് ധനമന്ത്രി ഇതേ ആവശ്യമുന്നയിച്ചു. അതേസമയം പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലുണ്ടെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. അഹമ്മദ് ബിലാൽ എന്നയാളാണ് അറസ്റ്റിലായത്. ബൈസറൻ വാലിക്ക് സമീപത്ത് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ് ധരിച്ചത് എന്നാണ് വിവരം. എവിടെ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിയതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നേരത്തെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്നും പാകിസ്ഥാൻ പൗരനെ പിടികൂടിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെയാണ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പൗരനെ ഇന്ത്യൻ സൈന്യം പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഞ്ചാബിലെ ഗുർദസ്പൂരിൽ നിന്ന് നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൗരനെ BSF സംഘം പിടികൂടി ദിവസങ്ങൾക്കിപ്പുറമാണ് സമാനമായി പൂഞ്ചിൽ നിന്നും മറ്റൊരാളെയും പിടികൂടിയിരിക്കുന്നത്. പാകിസ്ഥാൻ സ്വദേശിയായ ഹുസ്നൈനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് ഇയാൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തി. കാശ്മീരിൽ ആക്രമണം നടക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചത് എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 22-ന് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് 3 ദിവസം മുൻപ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നുവെന്ന് ഖാർഗെ കൂട്ടിച്ചേർത്തു. കാശ്മീരിലെ ആക്രമണം ഇന്റലിജൻസിന്റെ പരാജയമാണ്. സർക്കാർ അക്കാര്യം അംഗീകരിക്കുക തന്നെ വേണം. ആക്രമണം നടക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ഒന്നും ചെയ്തില്ല? ആക്രമണത്തിന് 3 ദിവസം മുൻപ് പ്രധാനമന്ത്രി മോദിക്ക് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അയച്ചതായും അതിനാൽ അദ്ദേഹം കാശ്മീർ സന്ദർശിക്കാനുള്ള തന്റെ പരിപാടി റദ്ദാക്കിയതായും എനിക്ക് വിവരം ലഭിച്ചു. ഞാനിത് ഒരു പത്രത്തിലും വായിച്ചുവെന്നും ഖാർഗെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.